രേണു സുധി, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നിനക്ക് നിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്, നിലപാടുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അതൊക്കെ ചെയ്താൽ ആരും വിമർശിക്കാൻ വരില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രേണു സുധിയും ദാസേട്ടൻ, കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളും ചേർന്ന് നട റോഡിൽ നടത്തിയ റീൽസ്. ആ റീൽസ് ഇപ്പോൾ വൈറലാണ്. അതായത് നട റോഡിൽ വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല. നട റോഡിൽ കിടന്ന് ഈ എന്താ പറയുക, ചില രംഗങ്ങൾ അഭിനയിച്ച് തകർക്കുകയാണ്. അതുവഴി പോകുന്ന രണ്ട് ചെറുപ്പക്കാർ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഒരു സൈഡിൽ മാറി നിന്ന് ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നട റോഡിലാണ് ഇവരുടെ റീൽസ് എന്താ പറയുക നടക്കുന്നത്. ഇപ്പോൾ ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ രേണുവിൻ്റെ ചെയ്തിരുന്നു, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട്. അന്നും നമ്മൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. രേണുവിന് ഉപജീവന മാർഗം ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും രേണുവിന് അതുവഴി രേണുവിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതിലൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങളെ കച്ചവട മൂല്യമാക്കുന്ന കുറേ പേരുണ്ട്, നിങ്ങളെ വച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, അതിനെ മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ റീലിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ, നിങ്ങൾക്ക് മാനസിക രോഗമാണ്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പലരും കമൻറ്റ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇടാം. പക്ഷേ നമ്മളത് ചിലതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വിഷുവിന് രേണു സുധി നടത്തിയ ഒരു ഫോട്ടോഷൂട്ടുണ്ട്. സത്യത്തിൽ ആ വസ്ത്രമൊക്കെ കാണുമ്പോൾ നിങ്ങളാണോ ആദ്യത്തെ വിധവ, നിങ്ങളാണോ ആദ്യത്തെ ഡിവോഴ്സ് അല്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഇട്ടതിന് എവിടെയൊക്കെയോ ചില അർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, സെറ്റ് സാരി ഉടുത്ത് തലയിൽ മുല്ലപ്പൂ വെച്ച് തുളസിക്കതിരൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സ്ത്രീ സങ്കല്പം, അതൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ ഉപജീവന മാർഗം ഇതുപോലെ റീൽസ് ചെയ്ത് എന്താ പറയുക ഇതുപോലെ മുന്നോട്ട് പോയി അഭിനയമാണ് നിങ്ങളുടെ ഉപജീവന മാർഗമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ. ആരും പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, കമൻറ്റുകളൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ ചിലതൊക്കെ എവിടെയോ കുറച്ച് ഓവറാകുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം നിങ്ങളുടെ ഭർത്താവ് സുധി ഒരു മികച്ച കലാകാരനായിരുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൂടി ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പലരും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. അതായത് നിങ്ങളൊരു വിധവയല്ലേ, പല പുരുഷന്മാരുമായി നിങ്ങൾ എന്തിനാണ് റീൽസ് ചെയ്യുന്നത്, മാന്യമായി ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങളാണ് വരുന്നത്. അങ്ങനെ ഒരു വിധവയെന്ന് കരുതി നിങ്ങൾക്ക് പുരുഷന്മാരുടെ കൂടെ റീൽസ് ചെയ്തുകൂടാ എന്നൊന്നുമില്ല. ഒരു വിധവയെന്ന് കരുതി വെള്ള സാരി ഉടുത്ത് വീടിനകത്ത് കരഞ്ഞു കലങ്ങിയിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് ചെയ്യാം. ഈ സമൂഹത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ നിങ്ങൾക്ക് സപ്പോർട്ടുമായി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് മക്കളെ വളർത്തണം, നിങ്ങൾക്ക് ആരും കൊണ്ടുതരാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കളുടെ ഒക്കെ ജീവിതം മുന്നോട്ട് പോകും, നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകും. അതൊക്കെ അറിയാം എങ്കിൽ കൂടി പറയുകയാണ്, ചില സമയത്ത് നിങ്ങൾ കുറച്ച് ഓവർ ആകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളെ കൊണ്ട് ഓവർ ആക്കിക്കുകയാണ് ചിലർ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒരു കച്ചവട വസ്തുവാണ് എന്നിപ്പോൾ ചിലർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കച്ചവട വസ്തുവിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ ആ കച്ചവട മൂല്യമുള്ള, കാരണം നിങ്ങൾക്കെതിരെ കുറേ മോശപ്പെട്ട കമൻറ്റുകൾ വരുമ്പോൾ ആ വീഡിയോ വൈറലാകുന്നു, നിങ്ങൾക്കെതിരെ കുറേ മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ എഴുതുമ്പോൾ ആ വീഡിയോ വൈറലാകുന്നു. ഇപ്പം ഇന്നലെ തന്നെ രേണു സുധി വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കല്യാണ പത്രിക പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് പുറത്തു വന്നു. സത്യത്തിൽ അതൊക്കെ നോക്കിയപ്പോൾ ഞാനൊക്കെ കരുതിയത് ഇതൊരു റീൽസിനാണെങ്കിൽ പോലും ഇത് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. കാരണം നിങ്ങൾ ഒരിക്കൽ പറയുന്നു നിങ്ങൾ കല്യാണമേ കഴിക്കില്ല എന്ന്, പിന്നീട് പറയുന്നു മനുഷ്യന്റെ കാര്യമാണ്, ചിലപ്പോൾ എന്താ പറയുക തീരുമാനങ്ങൾ മാറ്റാം, ചിലപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ കല്യാണം കഴിക്കാം. അതൊക്കെ ശരിയാണ്. ഒരു വികാരത്തിന് പുറത്ത് നമ്മൾ ഭർത്താവ് മരിച്ച ഉടനെ അടുത്ത കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീകളും പറയില്ല ഞാൻ അടുത്ത ഉടനെ ഇതാ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ഇല്ല എന്ന് തന്നെ പറയും. കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു കൂട്ട് വേണമെന്ന് തോന്നും, നമ്മൾ ഒറ്റപ്പെട്ടതായി നമുക്ക് തോന്നും, ഒക്കെ അത് ശരിയാണ്. ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താം. പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കാനായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തി കളയുന്നു വേണ്ട. പക്ഷേ ചില കാര്യങ്ങളിൽ ചില ശ്രദ്ധകൾ നല്ലതാണ് എന്നുള്ളതാണ്.
ചില ഫോട്ടോഷൂട്ടുകൾ നടത്തുമ്പോൾ എന്താ പറയുക, നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ കല്ലാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഇപ്പോ നിങ്ങൾക്കെതിരെ ട്രോളുകൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഇപ്പൊ സൈക്കോയെ പോലെയാണ് നിങ്ങൾ, ഒരു ട്രോള് കാണുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇതൊന്നും അത്ര ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിലെ ശരിയും തെറ്റും എന്താ പറയുക വേർതിരിച്ച് കാണാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കാം. കാരണം നാളെ നിങ്ങൾ പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് കൊണ്ടുതരാൻ ആരുമില്ല. നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ചോദിച്ചാൽ ഫ്രീ ആയി ആരും പണം തരണമെന്നില്ല. നിങ്ങളെ സഹായിക്കാൻ ആരും എന്താ പറയുക, സ്തുതിയോടൊപ്പം വർക്ക് ചെയ്ത ആരും നിങ്ങളെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങണം എന്നില്ല. നിങ്ങൾ ജോലി ചെയ്താലേ, നിങ്ങൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഓവറാകാതെ നിങ്ങളുടെ കൂടി എന്താ പറയുക മുന്നോട്ടുള്ള ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി പക്വതയോടെ പെരുമാറിയാൽ നന്നായിരിക്കും എന്ന ഒരഭിപ്രായം എനിക്കുണ്ട്. അഭിപ്രായം മാത്രമാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. കാരണം ഒരുപാട് മോശം കമന്റുകളാണ് നിങ്ങൾക്ക് എതിരെ വരുന്നത്. ആ മോശം കമന്റുകൾ ഇടുന്നത്, ഇപ്പോൾ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ നമുക്കെതിരെ മോശം കമന്റ് ഇടും. മോശം കമന്റ് ഇട്ടു എന്ന് കരുതിക്കൊണ്ട് നാളെ ഈ പിന്നെ വാർത്താ വായന അല്ലെങ്കിൽ ഈ മേഖല ഞാൻ വിട്ടുകളയും, അങ്ങനെയൊന്നുമില്ല. ആ കമന്റുകളായ രീതിയിൽ എടുക്കും. പിന്നെ അത് നല്ല രീതിയിൽ എടുക്കേണ്ട കമന്റുകളാണ് എങ്കിൽ വിമർശനം നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്ന നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്ന വിമർശനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. എന്തായാലും രേണു സുധിയുടെ ഇത്തരം പ്രവർത്തികൾ ചില രീതിയിൽ എന്താ പറയുക ബുദ്ധിമുട്ട് ചിലർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നിങ്ങളാണ്. നട റോഡിൽ കിടന്ന് ഇത്തരം പേക്കൂത്തുകൾ നടത്തി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് നാട്ടുകാരുടെ ചിലവിലല്ല നമ്മളാരും ജീവിക്കുന്നത്, ആരുടെ ചിലവിലല്ല. നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. പക്ഷേ എങ്കിൽ പോലും എന്തിനാണ് വഴിയിൽ കൂടെ പോകുന്നവരെ കൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് ചെയ്തുകൂടെ, നാട്ടുകാർ പോകുന്ന വഴിയിലാണോ ഈ തോന്നിവാസം തെണ്ടിത്തരവും കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആളുകൾക്കിടയിൽ ഒരു വീണ്ടും ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നാടകമാണ് നിങ്ങളുടെ ഉപജീവനം, നിങ്ങൾ അത് സ്വീകരിക്കും. റീൽസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾ നിങ്ങൾക്ക് പിന്നിലും മുന്നിലും ഒക്കെ ഉണ്ട്. പക്ഷേ അത് സപ്പോർട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. തുടക്കത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ആർക്കും കച്ചവട മൂല്യമാകാൻ നിന്ന് കൊടുക്കരുത് എന്ന് മാത്രമേ പറയാനൂ. ഇന്നലെ അങ്ങേര് വിളിച്ചിട്ട് യുദ്ധം കുറച്ചെടുത്തു.